ഹലോ ഗൈസ്, ഇപ്പം എല്ലാവർക്കും കൺഫ്യൂഷനാണ്. റിയൽമി GT7 Pro എടുക്കണോ അതോ iQ13 എടുക്കണോ? ഒരു കൺഫ്യൂഷൻ. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഞാൻ പറയുകയാണ്. എൻ്റെ താല്പര്യങ്ങളല്ല ഇതിൽ. ഓവറോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ബെസ്റ്റ് ബാലൻസ്ഡ് ഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടണം. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു ബെസ്റ്റ് ഫോൺ ആയിരിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയോറിറ്റി ചില കാര്യങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടായിരിക്കും. ഇപ്പോൾ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം. എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ബെസ്റ്റ് ഓവർലോഡ് നമ്മൾ പൈസ കൊടുക്കുന്ന രീതിയിൽ അതിന് വേർത്ത് ആയിരിക്കണം. ആ ഒരു പ്രൈസിന് അത് വേർത്ത് ആയിട്ടുള്ളൊരു ഫോൺ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഈ രണ്ടിലും ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേ നോക്കുമ്പോൾ റിയൽമി GT7 Proയിൽ വരുന്ന ഒരു 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 1.5K റെസൊല്യൂഷൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് എന്ന് വെച്ചാൽ ഒരു 6400 നിക്സ് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ്. അത് HDR കണ്ടന്റിലാണ് വരുന്നത്. പിന്നെ Wideband L1 സർട്ടിഫിക്കേഷൻ എല്ലാം ഉണ്ട്. ഐ പ്രൊട്ടക്ഷൻ എല്ലാം വരുന്നുണ്ട്. ഒരു സാംസങ്ങിന്റെ പാനലാണ് യൂസ് ചെയ്തേക്കുന്നത് റിയൽമിയിൽ. അത്യാവശ്യം പറയാമല്ലോ, സാംസങ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പാനൽ ഇൻ ദി മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഇത് കോഡ് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 4 സൈഡും കോഡ് കർവ് ബഡ്ജിങ് ഡിസ്പ്ലേ ആണ്. 3D കർവ് ഡിസ്പ്ലേ എന്ന് പറയും. അതുപോലത്തെ ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് iQ13 പോകാം. iQ13 പോകുമ്പോൾ 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 6 തന്നെയാണ് അവിടെയും വരുന്നത്. പിന്നെ 4500 നിക്സ് ബ്രൈറ്റ്നസ്. അത് പീക്ക് ബ്രൈറ്റ്നസ് അത്യാവശ്യം കിട്ടുകയും ചെയ്യും. പിന്നെ Wideband L1 സർട്ടിഫിക്കേഷൻ. പിന്നെ ഗോട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ഇവിടെ കോഡ് കർവ് ഡിസ്പ്ലേ അല്ല വരുന്നത്, ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. കാരണം ആക്സിഡന്റ് ടച്ചസ് വരും. അതുകൊണ്ടാണ് iQ ഫോക്കസ് ചെയ്തേക്കുന്ന ഗെയിമിങ്ങിലാണ്. നമുക്ക് iQന് കൊടുക്കാം. കാരണം അത് കോഡ് കർവ് ഡിസ്പ്ലേ അല്ല വരുന്നത്. നമുക്കൊരു ഗെയിമിംഗ് ഫോക്കസിലാണ്, ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 444 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്നുണ്ട്. ഇവിടെ 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റേ വരുന്നുള്ളൂ. അഡ്വാൻറ്റേജ് ആണ്. സ്പ്ലാഷ് റെസിസ്റ്റന്റും എല്ലാം വരുന്നുണ്ട്. കാരണം ഡിസ്പ്ലേയിൽ ഇത് വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും IP69 റേറ്റിംഗ് വരുന്നുണ്ട്. IP68 69 റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ അണ്ടർ വാട്ടർ ഷോട്ട്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറ നോക്കുവാണെങ്കിൽ ഇവിടെ ട്രിപ്പിൾ ക്യാമറയാണ്. രണ്ടിലും ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. റിയൽമിയിൽ വരുമ്പോൾ ഒരു 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ, ഒരു 50 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ്, 3x ടെലിഫോട്ടോ ലെൻസ്, പിന്നെ ഒരു 8 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. അതൊരു മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത്രയും ഒരു ബഡ്ജറ്റിൽ വരുമ്പോൾ iQൽ വരുമ്പോൾ 3 ട്രിപ്പിൾ ക്യാമറ 50 മെഗാ പിക്സലാണ്, 2x ടെലിഫോട്ടോ ലെൻസ്, ഒരു അൾട്രാ വൈഡ് ആംഗിൾ, ഒരു മെയിൻ സെൻസർ, അങ്ങനെയാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് വന്നേക്കുന്നത് രണ്ടിലും. കുറച്ച് ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ഇവിടെ 16 മെഗാ പിക്സലേ വരുന്നുള്ളൂ. പക്ഷെ ഫ്രണ്ടിൽ 4K ഇല്ല. കാരണം 8:8 ആണ് വെച്ചേക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് 4K കൊടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ അതൊരു ബാഡ് തിങ് ആയിട്ട് തോന്നി. അതുകൊണ്ട് 30 FPS ഷൂട്ട് ചെയ്യാം. ഫ്രണ്ടിൽ 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. മാക്സിമം നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ ക്യാമറ കമ്പാരിസണിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടിലും ഔട്ട്പുട്ടൊക്കെ സിമിലർ തന്നെയാണെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കിട്ടും. കാരണം 3 50 മെഗാ പിക്സൽ സെൻസേഴ്സ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയും ഡൈനാമിക് റേഞ്ചും പിന്നെ വിവോയുടെ ഇമേജ് പ്രോസസ്സിംഗ് എഞ്ചിൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളി ഫോട്ടോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റിയൽമിയിലെ ഓക്കെ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസിന് പറ്റിയ ഒരു ക്യാമറ അല്ല റിയൽമി തരുന്നത്. ഇപ്പം നമ്മൾ വീഡിയോഗ്രാഫി നോക്കിയാലും iQൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാരണം ഡൈനാമിക് റേഞ്ചും എല്ലാം കൊണ്ടും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് കണ്ട വിഷ്വൽസിൽ, ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കണ്ട വിഷ്വൽസിൽ എനിക്ക് തോന്നിയത്. ഞാൻ ഇതിന്റെ റോ ഫോട്ടേജ് കണ്ടായിരുന്നു. റോ ഫോട്ടേജിൽ എനിക്ക് iQ13 ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അല്ലാത്ത വർഷം ഫോട്ടോഗ്രാഫിയിൽ iQ ഇസ് ബെസ്റ്റ്. വീഡിയോഗ്രാഫി ഞാൻ iQ ആണ് പറയുന്നത്. കാരണം 8K 30 FPS എടുക്കാം, ഫ്രണ്ടിൽ 4K 60 FPS എടുക്കാം. ഫ്രണ്ട് ക്യാമറ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് iQ ആണ് തോന്നിയത്. കാരണം 4K റെസൊല്യൂഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും. റിയൽമി മോശമില്ല എന്ന് പറയാം. കാരണം ഫുൾ HD 60 FPS എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതേ ഉള്ളൂ ഞാൻ പറയുന്നൊരു കാര്യം. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ബാറ്ററി നോക്കുമ്പോൾ 6000 mAh ബാറ്ററിയാണ് iQൽ വരുന്നത്. വിത്ത് 120 വാൾട്ടിന്റെ PD ചാർജറാണ് അവിടെ വരുന്നത്. ഇവിടെ അല്ലാത്ത ചാർജറാണ് വരുന്നത്. 100 വാൾട്ടിന്റെ ചാർജറാണ് വരുന്നത്. അതേ സമയത്ത് നമുക്ക് 5800 mAh ഒരു ബാറ്ററി വരുന്നു. 6000 തികച്ചില്ല, എന്നാൽ പോലും 2.0 ആണ് ഇവിടെ വെച്ചേക്കുന്നത്. അതൊരു ബാഡ് തിങ് ആയിട്ട് ഒരു ഗെയിമിങ്ങിനെ ഫോക്കസ് ചെയ്യുമ്പോൾ പോലും അതിനും പോലും പറ്റത്തില്ല. കാരണം ഒരു നമ്മൾ HDMI പോർട്ട് വെച്ച് കണക്ട് ചെയ്ത് ഒരു ലൈവ് സ്ട്രീം ഒക്കെ നടത്താൻ പറ്റത്തില്ല. iQൽ ഈ വർഷം എന്തായാലും അവർ USB അത് അറിഞ്ഞിട്ട് 3.2 തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ സ്പീഡും ഡേറ്റ ട്രാൻസ്ഫറിങ് സ്പീഡും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും iQൽ. ഇവിടെ അത്രയില്ല. പിന്നെ നമ്മൾ റാം നോക്കുവാണെങ്കിൽ DDR5 റാം ആണ് രണ്ടിലും വരുന്നത്. പക്ഷേ iQൽ ഒരു പ്രത്യേകതയുണ്ട്. DDR5X അൾട്രാ റാം ആണ് വരുന്നത്. iQൽ വരുമ്പോൾ UFS 4.1 ആണ് വരുന്നത്. അത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ്. ഒരു 900 മെഗാ/സെക്കൻഡിൽ പോകും. ഇവിടെ ഒരു 8000 മെഗാ/സെക്കൻഡിൽ പോകത്തുള്ളൂ. USB 4.0 ആണ് ഇവിടെ വരുന്നത്. DDR5X റാമേ വരുന്നുള്ളൂ. രണ്ടിലും ഏകദേശം സിമിലർ ആണ്. ചിലർക്ക് ചില ഫോണുകളിൽ കമ്പാരിസൺ ചെയ്തപ്പോൾ കിട്ടിയ ഡേറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ്. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സറാണ്. രണ്ടിൽ 8:8 ആണ് വരുന്നത്. പ്രോസസ്സറിന്റെ കാര്യത്തിൽ ഈക്വലി സിമിലർ ആണ്. പക്ഷെ അത് അവരുടെ UIയും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാം. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഡോൾബി അറ്റ്മോസ് എല്ലാത്തിലും ഉണ്ട്. പെർഫോമൻസ് ഞാൻ iQനാണ് കൊടുക്കുന്നത്. iQ കാരണം DDR5X അൾട്രാ റാം ഉണ്ട്, UFS 4.2 ഉണ്ട്. ഇതൊക്കെ കാരണമാണ് ഞാൻ. പിന്നെ USB 3.2 ഉണ്ട്. ഈ കാരണത്താലാണ് ഞാൻ
ഐക്യുവിന് പെർഫോമൻസിൽ ഫസ്റ്റ് കൊടുക്കുന്നതിൻ്റെ കാരണം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ ഒരു കാര്യം കൂടെ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ മാത്രമല്ലല്ലോ, റാമും സ്പീഡും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ആ ഒരു ഡിവൈസ് അത്രയും പെർഫെക്റ്റ് ആവുന്നത്. രണ്ടും ഈക്വലി ആണ്, നിങ്ങൾ വെച്ച് കമ്പാരിസൺ ചെയ്താൽ പോലും അറിയത്തില്ല, രണ്ടും ഈക്വലി സിമിലർ ആണ്. 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രണ്ടിലും ഈക്വലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4G VoLTE എല്ലാം ഉണ്ട്. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഐക്യൂല് 360 ആന്റിനയാണ് യൂസ് ചെയ്തത്. മറ്റേ റിയൽമിയിലൊക്കെ 2 ആന്റിനാസേ ഉള്ളൂ, വൈഫൈ ആന്റിനാസ്. ഇത് 360 വൈഫൈ ആന്റിനാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കൈ ആ ഒരു കണക്ഷൻ കട്ടാവാതിരിക്കാൻ വേണ്ടി അത് നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു IQ30. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൈസിങ്ങിലോട്ട് കിടക്കുകയാണ്. പ്രൈസിങ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമി GT7 Proയ്ക്ക് വരുമ്പോൾ 59,999 രൂപയാണ് വരുന്നത്. IQ30 വരുമ്പോൾ 54,999 രൂപയാണ് വരുന്നത്. നമുക്കത് ഇവിടെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എങ്ങനെ പോയാലും നമുക്ക് ഐക്യൂവിൻ്റെ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 5,000 റുപ്പീസ് എക്സ്ചേഞ്ച് വാല്യൂവും കിട്ടും. എല്ലാം കൊണ്ടും നമുക്കൊരു 50-ന് താഴെ കിട്ടും. അല്ലാതെ നോക്കുകയാണെങ്കിൽ അല്ലാത്ത ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് 3,000 രൂപ ബോണസും കിട്ടുന്നുണ്ട്. പിന്നെ ICICI ബാങ്കിൻ്റെ ഒരു 5,000 റുപ്പീസ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 40, 59, 55 അല്ല 51, 49 അങ്ങനെ എക്സ്ചേഞ്ച് നിങ്ങളുടെ ഫോണിൻ്റെ വാല്യൂ അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടും ഞാൻ IQ30 ഇവിടെ വിന്നറായിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക.